NDA സംഘം കരൂരിലേക്ക് കോയമ്പത്തൂരിലെത്തിയ സംഘം റോഡ് മാർഗം കരൂരിലേക്ക് തിരിക്കും. ഹേമമാലിനി MP-യുടെ നേതൃത്വത്തിലുള്ള NDA സംഘമാണ് കരൂർ സന്ദർശിക്കുന്നത്. റാലിക്ക് അനുമതി തേടി സമീപിച്ചപ്പോൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ TVK പാലിച്ചില്ല എന്ന അതിനിടെ പോലീസ് ആരോപണം ഉയർത്തിയിട്ടുണ്ട്. നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനാലാണ് ജില്ലാ ട്രഷററെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് അറിയിച്ചു. അതേസമയം 41 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽ മറ്റൊരു TVK നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നേതാവിനെ ജീവനൊടുക്കിയ നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂരാണ് ചേരുന്നത്. അരുൺ, ഇന്ന് NDA സംഘം കരൂരിലേക്ക് എത്തുന്നുണ്ട്. സന്ദർശനം എപ്പോഴാണ്? കോയമ്പത്തൂരിൽ നിന്ന് സംഘം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് ഉണ്ടാകുന്നുമുണ്ട്. ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നുമുണ്ട്. എങ്ങനെയാണ് മറ്റ് വിവരങ്ങൾ? NDA സംഘം ഇപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എയർപോർട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദ കരൂരിലേക്ക് NDA സംഘം സന്ദർശിക്കാനായി എത്തുമെന്നുള്ള വിവരം അറിയിച്ചത്. ഹേമമാലിനി MP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കരൂരിലേക്ക് വരുന്നത്. കേന്ദ്രമന്ത്രിയായ അനുരാഗ് താക്കൂർ, MP-മാരായ തേജസ്വി സൂര്യ, ബ്രിജ്ലാല്, ശ്രീകാന്ത് ഷിൻഡെ, അതുപോലെ തന്നെ അപ്രജിത സാരംഗി, രേഖ ശർമ്മ, കുട്ട മഹേഷ് കുമാർ തുടങ്ങിയവരാണ് മറ്റ് അംഗങ്ങൾ കരൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അവർ 10 മണിയോടുകൂടെ പുറത്തേക്ക് ഇറങ്ങി റോഡ് മാർഗമായിരിക്കും കരൂരിലേക്ക് വരുന്നുണ്ടാകുക. അതുകൊണ്ട് തന്നെ ഒരു 12 മണിയോടുകൂടെ അല്ലെങ്കിൽ 12:30 അവർ ഈ കരൂരിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരൂരിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അപകടം നടന്ന സ്ഥലത്തേക്ക് വേലുച്ചാമിപുരത്തേക്കായിരിക്കും NDA സംഘം പോവുക. അവിടെ എങ്ങനെയാണ് അപകടം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കാണും. അതിന് ശേഷം പിന്നീട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുകയും ചെയ്യും. നിലവിൽ 57 ആളുകളാണ് കരൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഏതായാലും അവരെയും ഈ NDA സംഘം സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ L മുരുകനും ഉൾപ്പെടെ കരൂരിലേക്ക് എത്തി അപകട സ്ഥലം സന്ദർശിക്കുകയും അതുപോലെ തന്നെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിച്ച് അവർക്ക് ആശ്വാസവാക്കുകൾ നൽകിയിരുന്നു. അപകടത്തിൽ മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളെ കണ്ട് അവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ NDA സംഘം കൂടെ ഇന്ന് കരൂരിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ കരൂരിലെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റും മറ്റു നടപടികളിലേക്കും DMK സർക്കാർ കടന്നിരിക്കുകയാണ്. ഇന്നലെ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. മതിയഴകൻ എന്ന ജില്ലാ ജനറൽ സെക്രട്ടറി ആയ വ്യക്തിയായിരുന്നു ഇന്നലെ അറസ്റ്റ് ചെയ്തത് TVKയുടെ. അതിനുശേഷം ഇന്നിപ്പോൾ മറ്റൊരു അറസ്റ്റ് കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗൻരാജ് എന്ന ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലും മറ്റൊക്കെ അനുമതിയിൽ ഒപ്പിട്ട് നൽകിയത് പൗൻരാജാണ്. അങ്ങനെയാണ് പൗൻരാജിനെയും കൂടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റ് നേതാക്കൾ, അതായത് സംസ്ഥാന നേതാക്കളെ കൂടി അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. NDA സംഘം ഇന്ന് കരൂർ സന്ദർശിക്കുകയാണ്. ഉച്ചയോടുകൂടി സന്ദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് അരുൺ ആലത്തൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹേമമാലിനി MP-യുടെ നേതൃത്വത്തിലുള്ള NDA സംഘമാണ് സന്ദർശനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഗുരുതരമായ ആക്ഷേപങ്ങൾ പോലീസ് TVK നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിനിടെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഒരു പ്രാദേശിക നേതാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് മറ്റ് സുപ്രധാനമായ വിവരങ്ങൾ. അരുൺ ആലത്തൂരാണ് വാർത്ത വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്.